ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വിത്തൗട്ട് ഹാൻഡ്, അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കോളർ കുർത്തിയാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ആരോ ചോദിച്ചിരുന്നൊരു സ്ലീവ്ലെസ്സിൻ്റെ കുർത്തി പറയാമോ എന്ന് ചോദിച്ചു, സ്ലീവ്ലെസ് ടോപ്പ്. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു കോളർ തയ്ക്കുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് രണ്ടിനും കൂടെ ഒരു മറുപടി കൊടുക്കാം. അപ്പം നമുക്ക് ഒരു സ്ലീവ്ലെസ് ടോപ്പിൽ കോളർ വെച്ചിട്ട് തയ്ക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ട് കോളർ, അതായത് നെക്ക് കോളറാണ്. പിന്നെ ഇവിടെ ഒരല്പം ഓപ്പൺ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അറിയാതെ അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടം വരെ വന്നിട്ട് 3 ബട്ടൺ, ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, കൈ വേണ്ട, സ്ലിറ്റാണ്. പിന്നെ വേറെ ഓപ്പണും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല. തല കയറുമെങ്കിൽ പിന്നെ ഓപ്പൺ ചെയ്യണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തല കയറിയില്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബട്ടൺ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒരു ബട്ടൺ ഇളകിപ്പോയാൽ നമുക്ക് ഓപ്പണായി കിടക്കത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്നിട്ട് നമുക്കിതിന് വേണ്ടത് 43 ഇഞ്ച് ഇറക്കമാണുള്ളത്. അപ്പോൾ നമുക്കിത് 1:30 എടുത്ത് എന്തെന്ന് വെച്ചാൽ വീതിയുള്ള തുണിയാണ്. അതായത് വീതി എന്ന് പറയുമ്പോൾ 58 ഇഞ്ച് വീതി. ഒരു തുണ്ടിൽ 29 ഉണ്ട്. അപ്പോൾ 58 ഇഞ്ച് വീതിയുള്ള ഹെവി റയോണിൻ്റെ തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ 43 ഇഞ്ച് ഇറക്കമാണുള്ളത്. എളുപ്പ വെട്ടിനാണ്, രണ്ടായിട്ട് ഒരുമിച്ച് മടിക്കാത്ത. അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് വെട്ടാം. 6 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. സ്ലീവ്ലെസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തുണിയാണെങ്കിൽ 2 കൈ കൂടെ വെട്ടി അങ്ങ് മാറ്റി വെച്ചേക്കണം. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൈക്ക് വേണമെങ്കിൽ പിറ്റ് ചെയ്യാൻ ആ തുണി കാണത്തില്ല. കാരണം ഇതൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തുണി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് 36 വണ്ണമുണ്ട്. ഇവിടെ 11 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് വണ്ണത്തിൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് ഇടുമ്പം ഇവിടുത്തെ വണ്ണം നമുക്ക് 40 മതി. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. 11 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെ തൊട്ട് അങ്ങറ്റം വരാം. അതിന് കൂട്ടിയും കുറച്ചൊന്നും എടുക്കണ്ട. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പോകും, അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകത്തില്ല. അപ്പോൾ 11 ഇഞ്ച് വണ്ണത്തിൽ, അതായത് ഒരു തുണ്ടാണ് 11 ഇഞ്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 44 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 43 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് പോവും, ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കി പോവും. അപ്പോൾ എത്ര? 43, 43.25. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം. അപ്പോൾ 44 അര എടുക്കണം. 43 മതി, പക്ഷെ 44 അര എടുക്കണം. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. 44 ചില്ലറ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് അടയാളം കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ എനിക്ക് ഫുള്ള് 15 ഇഞ്ച് ഷോൾഡറാണ്. പക്ഷേ കഴുത്ത് നമ്മൾ ഇറക്കുവാണെങ്കിൽ, നമുക്ക് കൈ വയ്ക്കുവാണെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. പക്ഷേ ഷോൾഡർ, പിന്നെ നമുക്ക് കൈ വയ്ക്കുവാണെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. പക്ഷേ ഷോൾഡർ, പിന്നെ ചിലർക്ക് ഷോൾഡർ വീതി കുറച്ച് മതി കേട്ടോ. എന്നാലും നിങ്ങൾ ആ ഷോൾഡർ വീതി കുറച്ചാലും കൈയുടെ ഷോൾഡർ ഫുൾ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റിന് എടുക്കണം. എടുത്തിട്ട് തന്നെയാണ് ഇവിടെ വീതി കുറച്ച് വെട്ടിയത്. പക്ഷേ ഷോൾഡർ സ്ലീവ്ലെസ്സിന് കൈ തീരെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫുൾ ഷോൾഡർ എടുക്കുക കേട്ടോ. സ്ലീവ്ലെസ് എടുക്കുമ്പോൾ ഷോൾഡർ നല്ല കറക്റ്റിന് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 15 ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണ് കേട്ടോ. 7.5. അപ്പോൾ 7.5യിൽ ഷോൾഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ വണ്ണാടിക്കും. 36 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പം നമുക്കൊരു 10 ഇഞ്ചിട്ട് വെട്ടാം. 1 ഇഞ്ച് കൈയെടുത്തുമ്പോൾ 36, 10. അപ്പം നമുക്ക് കൈക്കുഴി എന്ന് പറയുമ്പോൾ കൈക്കുഴി 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴി എടുത്ത് കൈ വെട്ടുന്ന ആളിന്, കൈ വെക്കുന്ന ആളിന് 6.5 ഇഞ്ചാണെങ്കിൽ സ്ലീവ്ലെസ് നമുക്ക് 6 മതി കേട്ടോ. അത് ശ്രദ്ധിക്കാം. കൈ വെച്ച് തയ്ക്കുന്നവർക്ക് 6.5 വേണമെങ്കിൽ സ്ലീവ്ലെസ് 5.25, 6, മാക്സിമം 6 മതി. അതിൽ കൂടുതൽ എടുക്കാതെ. അപ്പോൾ 6 ഇഞ്ച് കൈക്കുഴി. ആ കൈക്കുഴിയിൽ അവിടെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നു 10 ഇഞ്ച് ചെസ്റ്റ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് താഴോട്ട് പിടിക്കുമ്പോൾ നമ്മളിവിടെ 15 അല്ലേ, ഒരു 15 അരയിൽ നമ്മൾ ഫിറ്റ് വണ്ണം കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു 19 ഇഞ്ച് ഓപ്പൺ ലെന്ത് കൊടുക്കുന്നു. 19 ഇഞ്ച്. ആ ഓപ്പൺ ലെന്തിൻ്റെ ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് 10 ആണ്. അതായത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചാണ് നമുക്ക് ഇത് എടുക്കേണ്ടത്. അപ്പം കൈക്കുഴി അറിയാമല്ലോ വെട്ടാൻ. ഒരു വര കൊടുക്കുക, സ്ക്വയറായിട്ട് വെട്ടുക. ഒരുപാട് കുഴിച്ചെടുക്കേണ്ട സ്ലീവ്ലെസ്സിന്. കാരണം നിങ്ങൾക്കറിയാം, സ്ലീവ്ലെസ് കുറച്ചൊന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഈ കൈയുടെ ഭാഗത്തേക്ക് തള്ളി നിർത്തണം. കാരണം എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ഒരുപാട് കുഴിച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴിയുടെ ഉൾഭാഗം കാണാൻ പറ്റും. അതുകൊണ്ട് അത്രയും അങ്ങനെ ബൾഗറാക്കരുത്, കുറച്ച് കുഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമ്മളിതിൻ്റെ കൈക്കുഴി
ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യുന്നത് ഒരുപാട് വെടിയായിട്ട് കാണിക്കാത്ത കേട്ടോ. നമ്മളിവിടുന്ന് ഷോൾഡർ 15 ഇഞ്ച് കട്ട് ചെയ്തു, ഷോൾഡർ 15 ഇഞ്ച് കട്ട് ചെയ്തു, കൈക്കുഴി 6 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ വണ്ണം 40 ഇഞ്ച് എടുത്തു, ഇവിടുത്തെ 32 എടുത്തു. 32-ന് നമ്മൾ 32-ന് 34 എടുത്തു കേട്ടോ. 34 എടുക്കുമ്പോൾ 2 ഇഞ്ച് നമ്മൾ അടിച്ചു പോകും. 32 മതി. അപ്പോൾ ഇവിടെ നമുക്ക് 40 എടുത്തിട്ടുണ്ട്, 36 മതി. ഇവിടെ നമ്മൾ 11 എടുത്തിട്ടുണ്ട്, 10 മതി കേട്ടോ. 10 അല്ല 10 എടുത്തിട്ടുണ്ട്, നമുക്ക് 9.5 മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ കോളർ വെട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് നീളം അങ്ങ് കുറയ്ക്കുന്നത്. ഇത് ഒരുമിച്ചിട്ട് വെട്ടണോണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബാക്കും ഫ്രണ്ടും പ്രത്യേകം വെട്ടിയാൽ നമുക്ക് അങ്ങനെ വേണ്ട. ഒരു 3/4 ഇഞ്ച് നീളം കുറച്ച് വെട്ടിയാൽ. അപ്പോൾ ഇതിന് ഫ്രണ്ട് പീസ് 3/4 ഇഞ്ച് നീളം വെട്ടിക്കൊടുത്തു. അപ്പം ബാക്ക് പീസ് ഇറങ്ങി വരും ഇങ്ങനെ. അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് 3/4 ഇഞ്ചിട്ട് വെട്ടി, ഫ്രണ്ട് പീസ് 3/4 കുറച്ച് വെട്ടിയിട്ട് ആ ഫ്രണ്ട് പീസ് എടുക്കുക, ബാക്ക് പീസ് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ. ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 1 ഇഞ്ച് എന്തിനാണ് കൂടുതൽ വെട്ടിയെന്ന്, അതിവിടെ വെട്ടിക്കളയാനാണ് കേട്ടോ. നെക്ക് കോളറിനാണ്. നെക്ക് കോളറിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇവിടെ ഒരു 3 ഇഞ്ച് എടുക്കുക. 3 ഇഞ്ച് ഇവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മതി കേട്ടോ. ഇവിടുത്തെ വൈഡ് എന്ന് പറയുന്നത് 2.5 ഇഞ്ച് മതി. കാരണം ഇവിടെ 3 ഇഞ്ച് എടുക്കുന്നത് നമ്മളിവിടെ ഒരല്പം വളച്ച് വെട്ടി കൊടുക്കും. കാരണം ഈ വി കഴുത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ട് മുട്ടിക്കുന്നില്ല, ഹാഫ് കോളറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച്. 2.5 ഇഞ്ച് മതി, പക്ഷേ 3 ഇഞ്ച് നമ്മൾ എടുത്തത്. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വളച്ച് വി പോലെ നമ്മൾ വെട്ടിക്കൊടുക്കും ഇവിടം വരെ കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു പട്ട എന്ന് പറയുമ്പോൾ ഒരു 8.5 ഇഞ്ച് മതി, ഒരുപാട് വേണ്ട. കാരണം നമുക്ക് ഈ 8.5 ഈ 3 കൂടെ ആകുമ്പം 12 ഇഞ്ചാകും. കാരണം ഒരുപാട് നീളമാകുമ്പോൾ ഒത്തിരി വൃത്തിയായിപ്പോൾ. വയറിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ ബട്ടർ വരുമ്പോൾ ഈ വയറ് കഴിഞ്ഞ് വരരുത്, ഇവിടം വരെ നിൽക്കാവൂ. വയറിൻ്റെ തുടക്കത്തിൻ്റെ അവിടം വരെ നിന്നാലേ കാണാൻ ഭംഗിയുള്ളൂ കേട്ടോ. അങ്ങനെ എടുക്കാവൂ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇതാദ്യം റൗണ്ട് കട്ട് ചെയ്തു. റൗണ്ട് എന്ന് പറയുമ്പോൾ കോളറിനുള്ളതാണ്, കോളറിന്. എന്നിട്ട് നമ്മൾ ഈ എൻഡ് അടയാളപ്പെടുത്തിയിട്ടില്ലേ, ഇവിടെ നിന്നൊരു 8.5 ഇഞ്ച്, 8.5, 9 ഇഞ്ച്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. കണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് റൗണ്ട് വെട്ടി ചെയ്തു. ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോൾ 3 ഇഞ്ച്, ഇവിടുത്തെ വൈഡ് എന്ന് പറയുമ്പോൾ 2.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മളിതാ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് എടുക്കുമ്പോൾ 11.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 8.5 ഇഞ്ചാണ് വരുന്നുണ്ട്. 8.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒരു കട്ട് കൊടുത്തു. അതായത് കോണ് പോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിക്കൊടുത്തു. അതായത് ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. കാരണം അവിടെ ഒരു പട്ട വെച്ച് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കവിടെ ഇത്രയും ഈ വരുന്ന ഭാഗം ഇത്രയും നമ്മൾ കട്ട് ചെയ്യുന്നു. 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ നിർത്തുന്നു. കണ്ടോ, ഇങ്ങനെ നിർത്തണം. ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇത് തയ്യൽ തുമ്പുൾപ്പെടെ ഇതിൽ വേറെ പട്ട വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ തുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കണം. ഈ മുനയുള്ള ഭാഗം കണ്ടോ, ഇങ്ങനെ കോണിച്ചിട്ട് കട്ട് ചെയ്യണം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പട്ട വെച്ച് അടിക്കുമ്പം അതിന് തയ്യൽ തുമ്പ് വേണം നമുക്ക്, അത് അവിടെ തയ്ച്ച് പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് കഴുത്തിൻ്റെ ഈ ഭാഗം വരുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരല്പം ഹാഫ് കോളറാണ്. അപ്പോൾ ഒരു വൈഡ് വി പോലെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വളച്ച് വെട്ടിക്കൊടുക്കണം. വളച്ചല്ല, വി ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇത്രയും നമ്മൾ വെട്ടിക്കളയണം. കണ്ടോ, ഈ ഷേപ്പിൽ നമ്മൾ വെട്ടി മാറ്റണം. അപ്പം നമുക്ക് ഹാഫ് കോളറായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ഇനി ഇതിനെ തയ്ച്ചെടുക്കാനുള്ള നോക്കാം. ഇത് ഹാഫ് കോളറായിട്ടിരിക്കും. അപ്പം നമുക്ക് ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൽ നമ്മൾ ഷോൾഡർ 1 ഇഞ്ച്, അതായത് ബാക്ക് പീസിന് മുകളിലോട്ട് 1 ഇഞ്ച് നീളം കൂട്ടിയിടണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു, പക്ഷേ കാണാൻ പറ്റിയില്ല എന്ന് പരാതി പറയുന്നതുകൊണ്ടാണ് ഈ വീണ്ടും പറയുന്നത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇറക്കി വിട്ട് കൊടുക്കണം. ബാക്ക് പീസ് നമ്മൾ 1.5 ഇഞ്ചിൽ കഴുത്ത് വിടണം. 1.5 ഇഞ്ചും 2.5 ഇഞ്ച് വൈഡും 1.5 ഇഞ്ച് ഇറക്കത്തിൽ വിടണം.
പീസിന് കൂട്ടി വിടണം. അത് കോളർ തയ്ക്കുന്ന എല്ലാത്തിനും നമ്മൾ ബാക്ക് പീസ് 3/4 ഇഞ്ച് കൂട്ടി വിടണം. അപ്പോൾ അതിനാണ് ഈ കഴുത്ത് ഇവിടെ ഇത്തിരി ഇറക്കി തയ്ക്കുന്നത്. അപ്പം ഇത് മുകളിലോട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരല്പം കഴുത്ത് മതി, അതായത് ഹാഫ് കോളറാണ്. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ച് കഴുത്തോ 13 ഇഞ്ചോ മതി കഴുത്തിന് കേട്ടോ, അതിനപ്പുറം വേണ്ട ഹാഫ് കോളർ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വെട്ടി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പട്ടി അടിക്കുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടിയെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പട്ടി ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കണം, അപ്പോൾ നല്ല ഒരു ഭംഗി കിട്ടും. ഇതിൻ്റെ പട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ചിൽ നമുക്ക് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം. ക്രോസ് ആകുമ്പോൾ ആ പട്ടി കാണാൻ ഒരു പ്രത്യേക. അതുപോലെ നിങ്ങൾ കോളർ തയ്ക്കുമ്പോഴും ക്രോസ് ആയിട്ട് തയ്ക്കണം. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കുറച്ചൊരു വെറൈറ്റി ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾ ബട്ടൺ അടിക്കുമ്പോഴും ഇതിലേതെങ്കിലും ഉള്ള ഒരു കളറിൽ ബട്ടൺ അടിച്ചാൽ മതി. അതായത് ഇത് യെല്ലോ ആണെങ്കിലോ വൈറ്റ് ആണെങ്കിലോ ഏതെങ്കിലും ഒരു കളറിൽ ബട്ടൺ അടിച്ച് വെച്ചാൽ ഇതിൻ്റെ ഈ ഡിസൈനിൽ ഒറ്റ കളർ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ട പട്ടിക്ക് കേട്ടോ. വലിച്ചു നെടുക്കരുത്, ഇത് ഫ്ലെക്സിബിൾ ആവുന്ന പീസാണ്, അതുകൊണ്ട് വലിച്ചു നെടുക്കരുത്. ഇങ്ങനെയാണ് പട്ടി അടിക്കുക. ഇങ്ങനെ പട്ടി അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാൻവാസ് ഇടാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ക്രോസ് പീസായിട്ട് വെട്ടിയെടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ തയ്ക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളർ വെട്ടാം കേട്ടോ. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് ഇതിൽ ഒന്ന് ക്യാൻവാസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നൈസ് തുണി, കുറച്ച് അധികം കട്ടി കുറവല്ല, പക്ഷേ എന്നാലും കുറച്ച് ക്യാൻവാസ് ഇട്ട് തയ്ക്കുമ്പോൾ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനാദ്യം ഈ ക്രോസ് പീസിനെ തയ്ച്ചെടുക്കാം കേട്ടോ. അതായത് ഇതൊന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രോസ് പീസ് ആയതുകൊണ്ടാണ്. നമുക്കിതിൻ്റെ ഒരു ചുറ്റും അല്ലെങ്കിൽ തേച്ച് കൊടുത്താൽ മതി, തേച്ച് ഒട്ടിച്ചാലും മതി. നമ്മളിവിടെ ഇത് ക്രോസ് ആയതുകൊണ്ട് നമ്മൾ നെടുക്കി വലിച്ചു പിടിച്ച് ചീത്തയാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തയ്യൽ തയ്ക്കുന്നത്. ഇതിനെ ഇനി നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ 2 പീസും തയ്ച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് വരാം. തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പേപ്പർ ക്യാൻവാസാണ് കേട്ടോ. ഇത് മറ്റേ കട്ടിയുള്ളതല്ല, നൈസാണ്. നമ്മളിങ്ങനെ ക്രോസ് പീസാണ് കണ്ടല്ലോ, ഈ ക്രോസ് പീസ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ഇട്ട ഭാഗത്ത് തയ്ച്ചു കൊടുക്കാം. അതായത് ഫ്രണ്ട് പീസിൽ, ബാക്കിലല്ല ഫ്രണ്ടിൽ. ഇത് ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസിൽ ഇത് ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് വേണ്ട. അത്യാവശ്യം കട്ടിയുണ്ട്. റയോണിൻ്റെ ഹെവി റയോണിൻ്റെ തുണിയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ ഒരു ചെറിയ ഈ മുനമ്പിട്ട് വെട്ടി കൊടുക്കണം കണ്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വെട്ടാനുള്ള കണ്ടോ. ഇതിവിടെ നമ്മൾ മറ്റ് പീസ് വെച്ച് ക്ലോസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം. ഇത് നമ്മളിവിടുന്ന് ഈ തയ്ച്ച ഭാഗത്താക്കിയിട്ട് നമ്മൾ തേച്ചതുകൊണ്ട് ഇനി അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്കിതിന് മീത പീസിലാണ് ഈ പട്ട വെച്ച് അടിക്കേണ്ട. ഇതിന് ഇങ്ങനെ വെച്ച് അടിക്കണം കേട്ടോ. ഈ ടോപ്പ് വെട്ടാൻ നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ബാക്കി ആദ്യമൊക്കെ വെട്ടിയതൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് കാണിക്കാത്തത്. കാരണം നിങ്ങൾക്ക് ടോപ്പ് വെട്ടുന്നതല്ല ഒരുപോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ലീവ്ലെസ് ആകുമ്പോൾ നമ്മൾ ഷോളർ അത് കറക്റ്റിന് എടുക്കണം, കുറഞ്ഞു പോയാൽ വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ കുറേണ്ടതാണ്. ഇത് ഇനി നമ്മൾ ഈ തയ്യലത്തിന് തുമ്പിനെ ഇപ്പുറത്തോട്ട് പിടിച്ചിട്ട്, അതായത് ഈ തുമ്പിലോട്ട് പിടിച്ചിട്ടിട്ട് നമ്മളിതിനെ ഇവിടെ ഒരു മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ച് ഇതുമായിട്ട് നമ്മളിങ്ങനെ തയ്ക്കുക. ഇതാ ഇത്രയും വീതി, 1/2 ഇഞ്ച് വീതി മതി. കാരണം നമ്മളിങ്ങനെ ഇതിനെ തയ്ച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഒരു പട്ട അടിച്ചെടുത്ത് കണ്ടല്ലോ, 1/2 ഇഞ്ച് മതി. കാരണം നമ്മളിവിടെ വേണ്ട, ഇത് 1/2 ഇഞ്ചേ ഉള്ളൂ. 1/2 ഇഞ്ചാണ് ഈ രണ്ടും കൂടെ 1/2 ഇഞ്ചാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടം വരെ നമുക്ക് ആ പട്ട വരെ കണ്ട. ഇത് കറക്റ്റായിട്ട് ഇത് കണ്ടോ, ഈ പീസ് കറക്റ്റ് ഈ പീസ് മറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ മതി ആ പട്ട. വലുതായി പോവുകയും ചെയ്യരുത്, ചെറുതായി പോവുകയും ചെയ്യരുത്. കാരണം ഇതിൻ്റെ കറക്റ്റ് അളവല്ലെങ്കിൽ നമ്മളിവിടെ തയ്ക്കുമ്പോൾ ഇവിടെ ചുളുക്ക് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്. അപ്പം നമുക്ക് ഇപ്പുറത്തെ പീസ് കൂടെ ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം, ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടേക്കണം. ഇവിടെ എൻഡിൽ കൊണ്ട് തയ്ച്ച് കളയാൻ തയ്യൽ തുമ്പ് അകത്ത് വേണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഇവിടെ ഇട്ടേക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ പീസും തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വെട്ടിക്കില്ല, ഇതിൻ്റെ എൻഡിലൂടെ തന്നെ തയ്ച്ച് പോകണം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടത്തില്ല കേട്ടോ. അതിൻ്റെ എൻഡിലൂടെ നമ്മൾ തയ്ച്ച് പോകണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇവിടെ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇത്രയും ഇട്ടിട്ട് തയ്ക്കണം. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. തയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ തയ്യൽ തുമ്പിൻ്റെ കണ്ടോ, നമ്മൾ വിട്ടേക്കുന്നില്ലേ, അതിൻ്റെ എൻഡിൽ വരണ ഈ തയ്യൽ കേട്ടോ. കയറി പോകരുത്. കയറിപ്പോയാൽ നമുക്കിത് കറക്റ്റായി തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് തയ്ക്കാം, ഒറ്റ പീസിട്ട് തയ്ക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പം പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതും മടക്കി അടിച്ചെടുക്കാം.
നമ്മളിതാ ഈ പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ ചരിച്ച് വെട്ടിയിട്ടുണ്ട്. നമ്മൾ തയ്ച്ച് വരുമ്പോഴേ നമുക്ക് ആ വി പോലെ വരുന്നത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് തോന്നും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, നല്ല കണ്ടോ. ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇവിടെ വീതി കൂടുതൽ, ഇവിടെ വീതി കുറവാണ്. അപ്പോൾ അങ്ങനെ എടുത്താലേ നമുക്ക് ആ വി ഷേപ്പിൽ കിട്ടുള്ളൂ, എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ ദേ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ദേ ആദ്യത്തെ പീസ് ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഈ പീസും വയ്ക്കുക കണ്ടല്ലോ. ഈ പീസും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിതാ ഈ തുമ്പ് 2ൻ്റെ അടിയിലാണ് വരുന്നത്. ഈ തുമ്പിലാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കാനുള്ളത്. ഈ തുമ്പിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം. നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒരുപാട് വലുതായി പോകരുതെന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടണം കണ്ടോ. ഇതുപോലെ കറക്റ്റ് അളവിന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ. ഇതിൻ്റെ ഈ പീസ് ഈ മുനമ്പുള്ള പീസ് എന്തിനെന്നറിയാമോ, നമുക്കിവിടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ വിട്ടുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയാൽ നിങ്ങൾക്കിത് തയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെച്ചടിച്ചിട്ടുള്ളത് കണ്ടോ. ഇതിൻ്റെ ഒരു പട്ടയുടെ മുകളിൽ അടുത്ത പട്ട വെച്ചടിച്ചിട്ടുണ്ട് കണ്ടോ. 2 പട്ടയായിട്ടല്ല, ഒറ്റ പട്ടയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇനി ഇതാ നമ്മളിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ കഴുത്ത് കയറാൻ നമുക്കൊരു 8 ഇഞ്ച് 7.5 ഇഞ്ച് കഴുത്ത് നീളം മതി. 7.5 ഇഞ്ചൊക്കെ മതി, 7 ഇഞ്ചൊക്കെ മതി. 7 ഇഞ്ച്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും പോയിട്ട് 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും പോയിട്ട് നമ്മളിവിടുന്ന് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. 7 ഇഞ്ച് നമ്മളൊരു മാർക്ക് കൊടുത്തു. ഇവിടെ 7 ഇഞ്ച് ഒരു മാർക്ക് കൊടുത്തു. ആ മാർക്കിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചാൽ ഭംഗി കിട്ടത്തില്ല. ഒരല്പം ചരിച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഈ പീസിലും കൂടെ ചേർത്ത് ഒരു കെട്ടിട്ടെടുക്കാം. ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത്. അതായത് ഹാഫ് കോളർ നമ്മൾ ബട്ടൺ ഓപ്പൺ ചെയ്യണ അല്ലെന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പം നമ്മൾ ശകലം ചരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ മീതത്തെ പീസ് ഇത്രയും പീസിൻ്റെ ഇവിടെ നിന്ന് ചരിച്ച് ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് കണ്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് കണ്ടോ ഒരു ചുളുക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഇതുപോലെ ചുളുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ മുനമ്പ് കൃത്യമായിട്ട് വെക്കണം. അതുപോലെ ഇതിൻ്റെ കറക്റ്റ് അളവിന് തന്നെ ഈ പട്ട എടുക്കുകയും വേണം. നമ്മൾ എത്ര വെട്ടി വിട്ടിട്ടുണ്ടോ അത്രയും അളവിന്, അതായത് 2 സൈഡും കൂടെ നമ്മൾ എത്ര വെട്ടി വിട്ടിട്ടുണ്ടോ അത്രയും അളവിനാണ് ഈ പട്ട എടുക്കേണ്ടത്. 1/2 ഇഞ്ചാണ് പട്ട ഞാൻ 2 സൈഡിൽ വെട്ടിയിട്ടുള്ളത്. 4 ഇഞ്ച് വെച്ചു. അപ്പം നമ്മളിവിടെ 1/2 ഇഞ്ച് പട്ട തന്നെ എടുക്കണം. കൂടിപ്പോവരുത്. കൂടുമ്പോൾ ഈ പട്ട നമ്മളിവിടെ അടിക്കുമ്പോൾ മടങ്ങിയിരിക്കും, കുറഞ്ഞു പോയാൽ എത്തത്തില്ല. അപ്പോൾ 2 പ്രശ്നമാവും. അപ്പോൾ 1/2 ഇഞ്ചാണ് നമ്മൾ വെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് പട്ട എടുക്കുക. 1 ഇഞ്ച് വെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് പട്ട എടുക്കുക. 1 ഇഞ്ച് പട്ട എടുക്കരുത്, കാരണം ഇതിന് വീതി കൂടിപ്പോയാൽ ഒട്ടും ഭംഗി കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഴുത്തൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പട്ടയുടെ തയ്യൽ തുമ്പാണ്. കഴുത്തൊന്നും ഇനി വെട്ടണ്ട കണ്ടോ. നമുക്കിത് ഇങ്ങനെ വരും. ഇടുമ്പം ഇങ്ങനെ വരും കണ്ടോ. അപ്പം നമുക്ക് ഹാഫ് കോളറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ ഫിറ്റ് ചെയ്യാം. ഇത് ഷോൾഡറാണ്. ഇനി നമുക്ക് അറിയാമല്ലോ ബാക്ക് പീസ് 1 ഇഞ്ച് 3/4 ഇഞ്ച് ഇറക്കം കൂടുതലാണ്. നമുക്കിനി ഷോൾഡർ ഫിറ്റ് ചെയ്യാം. ഷോൾഡർ കണ്ടല്ലോ, 2ൻ്റെ ഷോൾഡർ കണക്കാണ്. അപ്പം നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇതിന് ഞാൻ മഞ്ഞ നൂലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കളർ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞയോ വെള്ളയോ എടുക്കാം. ഏത് കളറാണോ കൂടുതലുള്ളത് ആ കളർ നൂലാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നിങ്ങൾ എപ്പോഴും തുണി തയ്ക്കുമ്പോഴും കുറഞ്ഞ കളറുള്ളത്, അതായത് കുറച്ച് ഡിസൈനുള്ള കളർ നൂലെടുക്കാൻ ചേരത്തില്ല കേട്ടോ. കൂടുതൽ ഏതാണോ കളർ ആ കളർ നൂലെടുത്ത് തയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മാച്ച് എടുക്കുമ്പോൾ ഏത് തുണി എടുത്താലും അതിൻ്റെ ഏറ്റവും ചെറിയ ഡിസൈൻ ഉള്ളത് ഏതാണോ അതാണ് അതിൻ്റെ മാച്ച് കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് ആകത്തുള്ളൂ. അപ്പം നമുക്കിനി ഈ ഷോൾഡറും കൂടെ മുട്ടിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ.
കണ്ടോ, ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്ക് ചെയ്ത് മാത്രമല്ല ശകലം ഒന്ന് തേച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും, ബാക്ക് പീസിനെക്കാളും ഫ്രണ്ട് പീസ് 3/4 ഇഞ്ച് കുറച്ചിട്ടാണ് വെട്ടിയല്ലേ. അതെന്തിനെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബാക്ക് പീസിൽ അപ്പോൾ കൈക്കുഴി കൂടും. കാരണം നമ്മൾ ഒരുപോലെ വെട്ടിയിട്ട് ഫ്രണ്ട് പീസ് 3/4 ഇഞ്ച് വെട്ടി കളയുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടോ നമുക്കിത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് ഇപ്പം കൈക്കുഴി ഇവിടെ കറക്റ്റാണ്. ഇവിടെ നമ്മൾ കണ്ടോ, അതായത് 3/4 ഇഞ്ചിൻ്റെ പകുതി ഭാഗം ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഫ്രണ്ടിലോട്ട് പകുതി ഭാഗം ബാക്കിലോട്ടും പോയി. അപ്പം നമ്മൾ എപ്പോഴും ബാക്ക് പീസിനെക്കാളും ഫ്രണ്ട് പീസ് നീളം കുറച്ച് വേണം വെട്ടാൻ. എങ്കിലേ നമുക്കിവിടെ കഴുത്ത് തയ്ച്ച് വരുമ്പോൾ ഷോൾഡർ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ ഈ കഴുത്ത് കോളർ ഉണ്ടല്ലോ ബാക്കിലോട്ട് പോകും. അതായത് ഈ ഫ്രണ്ട് കോളർ നമ്മൾ അങ്ങ് മുഖത്തിനോട് ചേർന്ന് തട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കഴുത്ത് ഇറങ്ങി തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എപ്പോഴും നമ്മൾ കോളറുള്ളത് ഇങ്ങനെ തയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ കഴുത്ത് ഇങ്ങനെ ഒരുമാതിരി കോളർ കൊണ്ട് മുകളിലോട്ട് കയറി നിൽക്കും, അത് വൃത്തികേടാണ്. അപ്പം നമുക്കിനി ഇത് തയ്ക്കേണ്ടത് ഇനി കൈ ഇതാണ്. ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ കണ്ടോ 15 ഇഞ്ചും ഉണ്ട്. കറക്റ്റ് 15 ഇഞ്ച് നമ്മൾ കഴുത്ത് വെട്ടി തയ്ച്ചു വന്നപ്പോൾ 15 ഇഞ്ചുണ്ട്. ഇതിൻ്റെ വെട്ടേണ്ട 15 ഇഞ്ചും വേണം. കാരണം സ്ലീവ്ലെസ് എടുക്കുമ്പോൾ കറക്റ്റ് നമ്മളെ ഷോൾഡർ എത്രയാണോ അത്രയും പിടിക്കണം കേട്ടോ. അതിന് കുറയ്ക്കുകയും ചെയ്യരുത്, ഒരുപാട് കൂട്ടുകയും ചെയ്യരുത്. പിന്നെ ചിലർക്ക് കൈക്കുഴി ഇറങ്ങി ഒരല്പം കൈ ഒന്ന് താന്ന് കിടക്കണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് ഷോൾഡർ ഇറക്കി കൊടുത്താൽ മതി. ഇറക്കിയിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വളച്ച് വെട്ടി കൊടുക്കണം. ഇവിടെ കൂട്ടല്ല. ഇവിടെ നിങ്ങൾക്ക് ഈ കൈയുടെ കൈക്കുഴിയുടെ അടിഭാഗം കാണാനും ഇടവരരുത്. അപ്പം നമ്മൾ ഇതിൻ്റെ കൈ തയ്ച്ചെടുക്കാം. കൈക്ക് നമുക്ക് തയ്ക്കേണ്ടത് ക്രോസ് പീസ് വെട്ടിയെടുക്കണം. ഇതിന് ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതിന് ഒരുപാട് വീതിയൊന്നും വേണ്ട, നമുക്ക് ക്രോസ് പീസായിട്ട് വെട്ടിയെടുക്കാം. നേരത്തെ ക്രോസ് പീസ് വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതിന് 2 പീസ് നമുക്ക് വെട്ടിയെടുക്കാം ക്രോസ്. അപ്പോൾ വീതി കൂട്ടി വെട്ടിയെടുക്കണം. വീതി വേണ്ടെങ്കിൽ വീതി കുറച്ച്. കണ്ടോ, ഇത് ക്രോസ് പീസാണ്. ഇനി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ ക്രോസ് പീസ് അടിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കരുത്. ഈ തയ്ക്കുന്ന ഭാഗം നമ്മൾ നെടിച്ച് തയ്ക്കണം. അപ്പം നമുക്ക് ആ കൈക്കുഴി നല്ല വളഞ്ഞ് വരും. ഏത് ഭാഗത്താണ് നിങ്ങൾ ഈ പൈപ്പിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ അടിക്കുമ്പോൾ, പൈപ്പിംഗ് അല്ല കൈവച്ചടിക്കുമ്പോൾ നിങ്ങൾക്കിതുപോലെ നെടുക്കി പിടിച്ച് അടിച്ചാൽ അവിടെ നല്ല വളഞ്ഞ് കിട്ടും. അപ്പം മറ്റേ സൈഡ് ഒട്ടും നമ്മൾ ചുളുക്കിട്ട് കൊടുക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ ചുളുക്കിട്ട് തയ്ക്കുന്ന കണ്ടിട്ടുള്ള ചിലർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുളുക്കിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചുളുക്കിൻ്റെ ആവശ്യമേ ഇല്ല. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. വളഞ്ഞ ഭാഗം ഇവിടെ വളവ് കൂടുതലാണ്. അപ്പം നമുക്കിങ്ങനെ വളച്ചെടുത്ത് തയ്ക്കാൻ പറ്റും. അതിനാണ് ഇങ്ങനെ ക്രോസ് പീസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റുള്ള തയ്ക്കുന്ന ഭാഗം മാത്രം ഇങ്ങനെ വളച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കത് തയ്ക്കുമ്പോൾ മനസ്സിലാവും ഇത്. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണ്ട ഈ വളഞ്ഞ ഭാഗം അടിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. വളഞ്ഞ് വരുന്ന നോക്കിക്കോണേ. അങ്ങനെ നെടിക്ക് അടിക്കുന്നതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്നത്. വേണ്ട ഇങ്ങനെ വരും. അപ്പം നമ്മൾ ചുളുക്കിട്ട് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ നല്ല വളഞ്ഞ് വരും, ഇവിടെ കുറച്ചും വരും. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. നമുക്കിനി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ വളവ് ഭാഗത്തെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ടുമ്പോൾ തയ്യലിൻ്റെ അവിടെ പറ്റരുത് കേട്ടോ. തയ്യൽ പൊട്ടരുത്. തയ്യൽ പൊട്ടാതെ തന്നെ കട്ട് ചെയ്ത് വരണം. എടുത്തത് കൊണ്ടുള്ള ഗുണം മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് വളഞ്ഞ് തന്നെ വരും. നമുക്ക് ഇടയ്ക്കൊന്നും പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ട. കണ്ടോ, കറക്റ്റ് വളഞ്ഞിരിക്കുന്നുണ്ടോ? ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരടി അടിക്കാം. അതായത് ഈ തയ്യൽ തുമ്പും ഈ പട്ടയും കൂടെ വെച്ചിട്ട് ഒരടി അടിക്കാം. വളരെ എളുപ്പത്തിൽ തച്ചെടുക്കാം കേട്ടോ ഈ സ്ലീവ്ലെസ് മോഡൽ. ഞാൻ എൻ്റെ അളവിൽ തന്നെ നിങ്ങൾക്ക് തയ്ച്ച് കാണിക്കുന്ന കൂടുതലും ഇത് നമ്മൾ തയ്ച്ചിട്ട് നമ്മൾ തന്നെ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കരുതും ഈ അളവൊന്നും നമ്മളിങ്ങനെ എല്ലാവരും അളവെടുക്കും പോലെ കൃത്യമായിട്ട് വരച്ച് കുറിച്ചൊന്നുമല്ല തയ്ക്കുന്നത്. അപ്പം ഇത് തയ്ക്കാൻ ഇടാൻ പറ്റുന്നതാണോ, തയ്ച്ചെടുത്തിട്ട് കണക്കായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വേറൊരു ടോപ്പ് അടിച്ചപ്പോൾ ആ കൊച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ഞാൻ നെക്കിന് താഴോട്ടൊരു ഫോട്ടോ എടുത്തോട്ടേന്ന്. അപ്പോൾ പറഞ്ഞു ഓക്കെ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചു ഇട്ടത് കൊണ്ടാണ് ഞാനത് എൻ്റെ അളവിനല്ലാത്ത എന്നിട്ട് ഞാൻ തയ്ച്ച പറ്റേ എൻ്റെ അളവിനാകുമ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ കട്ട് ചെയ്ത് തയ്ക്കുന്നത് തയ്ച്ചിട്ടുണ്ട് കറക്റ്റ് ആണെങ്കിൽ അറിയാൻ പറ്റും. കണ്ടോ, നമുക്കിങ്ങനെ
ഇങ്ങനെ അടിച്ചെടുക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല വളഞ്ഞടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഒരു തയ്യലൂടെ കൊടുക്കാം, എൻഡിലൂടെ കൊടുക്കണം കേട്ടോ. ഇഞ്ചിന് താഴെ നമ്മൾ വെച്ചിട്ട് അടിച്ചിട്ടുള്ളൂ. കണ്ടോ, വീതി ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത്രയുള്ള 1 ഇഞ്ചിന് താഴെ വീതി മതി, ഇത്രയും മതി. ഇതിലപ്പുറം കുറച്ച് കൂടിപ്പോയാലും കൊള്ളില്ല, തീരെ കുറഞ്ഞു പോയാലും കൊള്ളില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് അടിക്കാം കേട്ടോ. ഈ സൈഡിലൊക്കെ പൈപ്പിംഗ് അടിക്കാം, എന്തെങ്കിലും ലേസ് വെച്ച് പിടിപ്പിക്കാം, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. കൈക്കുഴിയുടെ അവിടെ നല്ല എന്തെങ്കിലും മോഡലാണെങ്കിൽ കൊടുക്കാം, എംബ്രോയ്ഡറി ചെയ്ത് പിടിപ്പിക്കാം കയ്യിൽ ബോർഡറിൻ്റെ അവിടെ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതുപോലെയൊക്കെ ചെയ്യാം. ഞാൻ തയ്ക്കാം. ഇത് നമുക്ക് വെട്ടി വിട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുകൂടെ ഒരടി അടിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ അടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ തയ്യൽ തുമ്പും ഈ പീസും കൂടെ ചേർത്ത് വെച്ചാണ് അടിക്കുന്നത്. ഈ പീസിൽ അടിക്കരുത്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെയാണ് അടിക്കുക. നമ്മളിത് ഈ പീസും ഇപ്പുറത്തെ കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ട, നമ്മൾ തേച്ചിട്ട് പോലുമില്ല, എന്നിട്ട് നല്ല വളഞ്ഞിരിക്കുന്നുണ്ട്. അത് ആ ക്രോസ് പീസ് കറക്റ്റായിട്ട് വെട്ടിയിട്ട് നമ്മൾ ആ ഒരു സൈഡ് വലിച്ചു പിടിച്ച് തയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ എണ്ണ നിങ്ങൾ തമ്പോൾ അതാണ് നല്ലത്. നിങ്ങൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടി പഠിക്കരുത്. നിങ്ങൾ ആദ്യം സമയം നിങ്ങൾ നോക്കേ ചെയ്യരുത്, അത് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആയതിന് ശേഷം നിങ്ങൾക്ക് സമയം കൺട്രോൾ ചെയ്ത് തയ്ക്കാം. കണ്ടോ, എന്ത് ഭംഗിയായിട്ടിരിക്കുന്ന നോക്കിക്കേ. കൈയും ഇത് കോളറും ഒക്കെ കൈ തേച്ചിട്ട് പോലുമില്ല, നല്ല വളഞ്ഞ്. കണ്ടോ, കൈ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കൈ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ക്രോസ് പീസ് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പീസൊന്നും അടിച്ചെടുക്കാൻ ഭംഗി കിട്ടില്ല. കാരണം കൈയില്ലാതെ തയ്ക്കുമ്പോൾ ഈ കൈക്കൂടി നല്ല ഭംഗിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് കാണാൻ ഒരു ചേലും ഉണ്ടാവില്ല. അപ്പം നമുക്കിനി ഇതിൻ്റെ സൈഡ് അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിൽ 2 ഡാട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിൽ ഡാട്ട് കൊടുക്കാൻ അറിയാമല്ലോ. 10 ഇഞ്ച് ഡൗൺ ആക്കി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 4 ഇഞ്ച് കൈക്കൂടിയിൽ അവിടെ നിന്ന് 4 ഇഞ്ച് വിട്ട് നമുക്കൊരു ഡാട്ട് കൊടുക്കാം. ഒരു 7 ഇഞ്ച് ഡാട്ട് മതി, നീളം 7 ഇഞ്ച് മതി. ഡാട്ട് എടുക്കാൻ അറിയാമല്ല. ഇതുപോലെ ഒരു സൈഡ് ആദ്യം വീതി അറ്റത്തീന്ന് അടിച്ച് നടുക്ക് വരുമ്പോൾ കുറച്ച് വീതി കൊടുക്കുക. ഞാനിങ്ങനെ പല തുണികൾ തയ്ച്ച് വരുമ്പോൾ നിങ്ങൾ കണ്ടു വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഈ നടുക്ക് വരുമ്പോൾ വീതി കൂട്ടണം. രണ്ടും കൂടെ 1 ഇഞ്ച് മതി കേട്ടോ. ഡാട്ടിന് 1 ഇഞ്ച് വീതിയൊക്കെ മതി. പിന്നെ നല്ല കുറുക്കൊക്കെ നല്ലതായിട്ട് ബാക്ക് സൈഡൊക്കെ നല്ല ഒതുങ്ങി വരണമെന്നുള്ളവർക്ക് ഒരല്പം വീതി കൂട്ടി കൊടുക്കാം കേട്ടോ ഡാട്ട്. അപ്പോൾ നല്ല ഒതുങ്ങി വരും. ഇത് കണ്ടോ, 1 ഇഞ്ചിൻ്റെ അത്രയും മതി. അപ്പം നമുക്കിതിനെ ഇനി തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് 36 ഇഞ്ച് വണ്ണമാണ്. എൻ്റെ അളവിനാണ് ഇത് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 36 ഇഞ്ച് വണ്ണമാണ് ഇതിന്. അപ്പം നമ്മൾ ആദ്യം ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കുക. ചെസ്റ്റിൻ്റെ വണ്ണം എടുത്ത് 36 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 18 ഇഞ്ച്. എൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് നീളം കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നീളം കുറയ്ക്കുന്നതിനാണ് പല ഭാഗങ്ങളും കട്ടായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയും അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് നീളം കൂടിപ്പോകുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ അങ്ങനെ തയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് നീളം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഞാനത് ഫുള്ളായിട്ട് തന്നെ ഇടാം. ഇവിടെ നമുക്ക് 19 ഇഞ്ചാണ് നമുക്ക് ഓപ്പൺ ലെന്ത് വരുന്നത് കേട്ടോ. അപ്പം 19 അല്ലെങ്കിൽ 20, അതിലപ്പുറം കൂടല്ലേ. അതിന് ഒരുപാട് താഴ്ന്നു പോകും. ഒരുപാട് താഴാനും പാടില്ല, ഒരുപാട് ഉയരാനും പാടില്ല. ഇതിപ്പം 20 ഇഞ്ച് കഷ്ടിച്ചുണ്ട്, അത് മതി. അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ അതേ അളവിന് ഇപ്പുറത്ത് ഓപ്പൺ പിറ്റെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒരു കട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എപ്പോഴും പിടിക്കണ്ട, ഇങ്ങനെ വെച്ചിട്ട് കട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ നിന്ന് അടിച്ചു പോകാം. അപ്പം നമ്മൾ ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ അളവൊന്ന് നോക്കണം. ഒരു തയ്യലൂടെ കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു തയ്യലേ ഇട്ടിട്ടുള്ളൂ, ഒരു തയ്യൽ പോരാ, ഒരു തയ്യലൂടെ കൊടുക്കണം കേട്ടോ. എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു നോക്കിക്കേ. എത്ര പെട്ടെന്ന് ഒരു സ്ലീവ്ലെസ് ഉടുപ്പ് അടിച്ചെടുത്തേന്ന് നോക്കിക്കേ. ഇതൊക്കെ ഇടാൻ ഇവിടെ എൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. ഒരാൾ എൻ്റെ അളവ് തന്നെയാണ്, എൻ്റെ മോള്. പക്ഷേ മരുമോൾ വന്നിട്ട് കുറച്ചുകൂടെ വണ്ണം കുറവാണ്, നല്ല മെലിഞ്ഞിട്ടാണ്.
ഇത് കണ്ട, ഇത് നമുക്കിവിടെ 32 വരും. ഫിറ്റ് വണ്ണം വന്ന് 32 വണ്ണം. ഇവിടെ വന്നിട്ട് നമുക്ക് 36 കണ്ടോ, 36, 18, 36. അപ്പം നമുക്കിവിടെ വന്നിട്ട് നമുക്ക് 19 മതി കേട്ടോ, 19 മതി കണ്ടോ. 18 നമ്മൾ നെടുക്കി എടുക്കുമ്പോൾ 19 മതി. അപ്പം 38 മതി ഇവിടെ. അപ്പം നമുക്കിങ്ങനെ ഇതൊന്ന് നമുക്ക് ഇനി ഒന്നുകൂടെ ഒരു തയ്യലൂടെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. അതായത് വണ്ണം കുറയ്ക്കുകയല്ല, കൂട്ടാൻ കണക്കിന്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കണക്ക്. ഇതിപ്പോൾ കണക്കായതുകൊണ്ട് ഇപ്പുറത്തോട്ട് എടുക്കുക, വണ്ണം കുറയ്ക്കണമെങ്കിൽ ഇപ്പുറത്തോട്ട് എടുക്കുക. ഇതിപ്പോൾ വണ്ണം കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തോട്ട് ഒരു അടി കൂടെ അടിച്ചു കൊടുക്കാം. കാരണം ഇപ്പം നമ്മൾ 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ടല്ലേ അടിച്ചത്, 1/2 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തോട്ടാണ് അടിച്ചത്. പക്ഷേ ഇതിൻ്റെ എൻഡിൽ വരുമ്പം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ സ്ലിറ്റ് അടിക്കുമ്പോൾ ഇവിടെ 2 തയ്യലായാൽ ഒന്ന് മുകളിലോട്ട് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇരുന്നാൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അടിക്കാൻ. അപ്പോൾ ഈ 2 തയ്യൽ കൂടെ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ എളുപ്പമായിരിക്കും. അതായത് ഇങ്ങനെ വരുള്ളൂ. മറ്റേ ഇവിടെ ഒരു തയ്യലൂടെ വരും. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് കിടക്കുക, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ എൻഡിൽ കൊണ്ട് അവസാനിപ്പിക്കുക. ഇവിടെ നിന്ന് വണ്ണം കൂട്ടിയിട്ട് ഇവിടെ എൻഡിൽ കൊണ്ടൊന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്ലിറ്റ് അടിച്ചെടുക്കാം. സ്ലിറ്റ് അടിക്കുക അറിയാമല്ലോ. ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു തുടങ്ങാം. ഇവിടെ നിന്ന് ആദ്യം ഒരു മടക്ക്, പിന്നെ ഒരു മടക്കൂടെ. 1/2 ഇഞ്ചിൽ കൂടല്ലേ, 1/2 ഇഞ്ചാണ് മാക്സിമം. ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ 1/2 ഇഞ്ചിൽ കൂടാതില്ല, ഇനി വൃത്തി കാണത്തില്ല. നമ്മളിത് ഒരു സൈഡ് ഒരു തയ്യൽ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത് രണ്ടാമത്തെ തയ്യൽ അടിക്കാൻ ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു ചുറ്റും അടിച്ചു പോയാൽ മതി കേട്ടോ. നമ്മൾ 4 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡ് നോക്കുമ്പോൾ അറിയാം എത്ര നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഫിനിഷായിട്ട് വരും. നിങ്ങൾ ഇതിൻ്റെ ഈ സ്ലിറ്റ് നോക്കണം കണ്ടോ, ഈ സ്ലിറ്റ് കണ്ടോ. ഇത് തേച്ചിട്ട് പോലും ഇല്ല, ഞാൻ ഇപ്പോൾ തച്ചെടുത്തതേ ഉള്ളൂ. നിങ്ങൾ കണ്ടായിരുന്നു കണ്ടോ, ഈ സ്ലിറ്റ് കണ്ടോ. നമുക്കൊരു വളവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്ലിറ്റ് ഇങ്ങനെ ഇരുന്നാലേ കാണാൻ ഭംഗിയുള്ളൂ കണ്ടോ. സ്ലിറ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അത്യാവശ്യം വൈഡും ഉണ്ട് കണ്ടോ. ഇവിടെ നല്ല വൈഡും ഉണ്ട്, ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു വളവോ ഒന്നുമില്ല. ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ നോക്കി അടിക്കണം കേട്ടോ. ഈ കട്ട് ചെയ്ത് ഇങ്ങനെ വളച്ചൊന്നും വെട്ടരുത്. കറക്റ്റ് നമ്മൾ അളവിനെടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് അല്പം വൈഡ് വേണമെങ്കിൽ ഇത് ഒരല്പം വൈഡ് കൊടുത്ത് വെട്ടാം. അതാണ് ഇതിൽ അല്പം വൈഡ് കൊടുത്താണ് ഞാൻ വിട്ടിട്ടുള്ളത് കണ്ട. ഇവിടെ വരുമ്പം നിങ്ങൾക്കത് അറിയാൻ പറ്റണമെങ്കിൽ ഇവിടെ വരുമ്പം ഈ ഡിസൈനിൻ്റെ പകുതി, അടുത്ത് ഇവിടെ വരുമ്പോൾ കൂടിയാണ് വന്നിട്ടുള്ളത് കണ്ട. ഇവിടെ വരുമ്പോൾ വീണ്ടും അടുത്ത ഡിസൈനിൻ്റെ മഞ്ഞ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ വൈഡിട്ട് തന്നെയാണ് വെട്ടിയിട്ടുള്ളത്. പക്ഷേ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അതൊരു കറക്റ്റിന് വെട്ടിപ്പോകുമ്പോൾ നമുക്ക് ഈ സിൽറ്റിൻ്റെ അവിടെ നിന്ന് ഒരു വളവോ ഒന്നും കാണത്തില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. തേച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ കോളറൂടെ വെച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കുർത്തിയാണ്. സ്ലീവ്ലെസ് കുർത്തിയൊക്കെ വാങ്ങാൻ നല്ല വില കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്കിതിൻ്റെ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. കോളർ എത്ര ഇഞ്ചാണ് നമുക്കുള്ളത്? ഇവിടെ നമുക്കുള്ളത് കോളർ വന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കണം. ഇതിപ്പോൾ വളഞ്ഞ പീസാണ് കേട്ടോ. വളഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചേ വരുള്ളൂ. ഇതിപ്പം നമുക്ക് 18 ഇഞ്ച് കോളറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് കട്ടി ക്യാൻവാസാണ്, തിക്കായിട്ടുള്ളതാണ്. നമുക്ക് കോളർ ഒരല്പം കട്ടിക്കിരിക്കുന്നതാണ് ഭംഗി കേട്ടോ. പ്രത്യേകിച്ച് ഈ തുണി ഇങ്ങനെ നമ്മൾ ലൈനിങ് ഒന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ മടക്കുന്നു, രണ്ടായിട്ട് മടക്കുന്നു. കോളർ വെട്ടുന്നത് 2 രീതിയിൽ വെട്ടാം. വളച്ചും വെട്ടാം, നൂത്തും വെട്ടാം. നമുക്കിത് ഇത്തിരി വളച്ചെടുക്കണം. കാരണം 19 ഇഞ്ച് കോളറുണ്ട്. നമുക്ക് വേണ്ടത് എൻ്റെ സൈസിനാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുമ്പം ഒരു ഹാഫ് കോളറാണ് വരുന്നത്. ഇതിൻ്റെ നമ്മുടെ വീവ് നെക്ക് പോലെ വരുന്നത് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 13 ഇഞ്ച് താഴെ വന്നാൽ മതി. അപ്പോൾ ഈ 19 ഇഞ്ചിനെ എങ്ങനെ നിങ്ങൾക്ക് 13 ഇഞ്ച് ആക്കാമെന്ന് നോക്കാം അല്ലേ. ഇതെടുക്കാം. അപ്പോൾ നോക്കി, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വെട്ടിയെടുത്തത് കണ്ടോ. ഇങ്ങനെ ഒരു പീസ് കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുത്തു. അപ്പോൾ ഇനി നമുക്കിത് അളന്ന് നോക്കാം എത്ര ഇഞ്ച് ഉണ്ടെന്നല്ലേ. ഇത് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അളന്ന് നോക്കാം കണ്ടോ. ഇതിപ്പം 18 നമുക്ക് 18 ഇഞ്ചാണ് അതിന് വന്നിട്ടുള്ളത്. 9 18 ഇഞ്ച്. ഇതിപ്പോൾ 18 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് വളച്ചെടുത്തു.
അപ്പോൾ ഞാൻ മഞ്ഞ ചോക്ക് എടുത്തിട്ട് വരാം കേട്ടോ. വെള്ള ചോക്കാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ദാരിദ്ര്യം നോക്കണേ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കണ്ട ഒരു കടു പോലത്തെ ഒരു ചോക്ക കിട്ടിയ റോസ്. മഞ്ഞയുണ്ട്, മഞ്ഞയും കാണാൻ പറ്റില്ല. വൈറ്റ് ഫുള്ളുണ്ട്, മഞ്ഞയൊക്കെ ഫുള്ളുണ്ട്. പക്ഷേ വേറെ കളർ എൻ്റെ കയ്യിലില്ലല്ലോ. ഇതൊക്കെ കടയിൽ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരച്ച്, ഇത് നിങ്ങൾക്ക് കണ്ടുകൂടാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇവിടെയാണ് 9 ഇഞ്ച് വരണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കണം, ചരിച്ച്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ ഭാഗം കറക്റ്റ് ഒരു 14 ഇഞ്ച് കഷ്ടിച്ചേ വരണുള്ളൂ. അപ്പം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെയും തയ്യൽ തുമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 13.5 വരെ എടുത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ വരും, ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ അളവുമായിട്ട് വെച്ച് നോക്കാം. കണ്ടല്ലോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ തുണിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം. ഇത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ആ പട്ട നിങ്ങൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ കോളറും കൂടെ ക്രോസ് പീസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാതെ ഒരല്പം ചരിച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ട് കോളറിന്. അപ്പം നമുക്ക് അത് കോണ് പീസ് പോലെ നമുക്ക് കിട്ടും. അതായത് ഈ സ്ക്വയറായിട്ട് വരുന്ന ഡിസൈൻ നമുക്ക് ക്രോസ് ആയിട്ട് വരും. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതായത് ആ പട്ടയും കോളറും സ്ക്വയർ പീസായിട്ട്, അത് ക്രോസ് പീസായിട്ട് വരുമ്പോൾ കുറച്ച് കാണാൻ കുറച്ചുകൂടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതിനേക്കാളും ഭംഗിയായിരിക്കും. വേണം, ഇതെങ്ങനെ വരും. ക്രോസ് പീസായിട്ട് വരുമ്പോൾ കാണാൻ ഭംഗിയല്ലേ, ക്രോസ് ആയിട്ട് വരും. സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ ഇത് വന്നിരിക്കുന്നത്, ക്രോസ് അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ലേ വരത്തുള്ളൂ, അതിന് കാണാൻ ഭംഗി കാണത്തില്ല. അടിയുടെ പീസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം, സ്ട്രെയിറ്റ് ആയിട്ടോ ക്രോസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പം മീത നമ്മൾ വരുന്ന ഭാഗം ക്രോസ് ആയിട്ട് വന്നാൽ കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ അളവിന് തയ്ച്ചിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇത് കറക്റ്റിനൊന്നുമല്ല വെട്ടുന്നത്, തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിക്കളയാൻ ബാക്കിയുള്ളത്. ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അപ്പം നല്ല വശം രണ്ടും അകത്തായിട്ട് വരണം. അപ്പം മറിച്ചിടുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്കിതിനെ തയ്ച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ, ഈ ചെറിയ വശത്താണ് നമ്മൾ തയ്ച്ച് അടച്ചെടുക്കാനുള്ളത്. മറ്റേ വശം നമുക്ക് കോളറിൽ വെച്ച് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കോളറിൻ്റെ സ്റ്റിപ്പ് തേച്ചൊട്ടിച്ചിട്ട് അവിടെ തൊട്ട് നമ്മൾ തയ്ക്കുക. ഇവിടെ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെയൊക്കെയാണ് വെട്ടി വെച്ചിരിക്കുന്നത് അല്ലേ, കോണമാണെന്നൊക്കെ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ കോളറിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വെട്ടിക്കളയുക. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി ഭാഗം അത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കോളർ കറക്റ്റായിട്ട് വെട്ടിയാൽ മതി. തുണി നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നില്ല, എവിടെയെങ്കിലും വെച്ച് തേച്ചിട്ട് അതിന് നമുക്കുള്ള പീസിൽ വെച്ച് തേച്ചിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏതെങ്കിലുമൊക്കെ പീസിൽ വെച്ച് തയ്ക്കാൻ കിട്ടും. കോളർ വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ വെട്ടാൻ കണക്കിന് ചിലപ്പോൾ നോക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. കോളർ വെച്ച് വെട്ടിയിട്ട് കോളർ വെച്ച് നമുക്ക് തയ്ക്കാൻ നോക്കുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പീസ് കിട്ടും. അപ്പം നമ്മളിനി ഈ വളഞ്ഞ പീസിൽ വെട്ടിക്കൊടുക്കാം. ഈ കോളർ അടിക്കുന്ന കാര്യം എന്നുള്ള ആരോ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് കോളർ അടിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നെക്ക് കോളറാണ്. നമുക്ക് കുർത്തിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കോളർ ഇതാണ് ശരിക്കുള്ള കുർത്തി കോളർ കേട്ടോ. നമ്മളിതാ ഇങ്ങനെ തേച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മടക്കിയിട്ടൊന്നുമില്ല, ഈ ചെറിയ വശത്താണ് നമ്മൾ അടിച്ച് പിടിച്ചത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് മറിച്ചെടുക്കാം. ഇതിൽ പുറത്തൂടെ അടിക്കുന്നതൊക്കെ ഇപ്പോഴെന്നല്ല, തയ്ച്ച് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി കേട്ടോ. വേണമെങ്കിൽ അടിച്ചാൽ മതി, വേണ്ടെങ്കിൽ അടിക്കണം. നമ്മൾ ക്യാൻവാസിൽ കൂടെ ചേർത്തടിച്ചാൽ അടിക്കണമൊന്നുമില്ല, തേച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് വേണമെങ്കിലും ഒന്ന് തേച്ചിട്ട് വരിക. തേക്കണമെന്നില്ല, 4 ഇഞ്ച് വീതം തയ്യൽ തുമ്പേ ഉള്ളൂ. അപ്പോൾ 2 സൈഡ് ഒരുപോലെ മടക്കുമ്പോൾ കണക്കായിരിക്കും. ഇതുപോലെ വരും. നമുക്കിനി തയ്ച്ചെടുക്കാം. നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ കോളർ തയ്ക്കുമ്പോൾ ഇതിൻ്റെ പകുതിയിൽ, അതായത് ഇതിൻ്റെ പകുതിയിലും ഒരു വെട്ട് കൊടുക്കുക, ഇതിൻ്റെ പകുതിയിലും ഒരു വെട്ട് കൊടുക്കുക, ഇതിൻ്റെ പകുതിയിൽ ഇവിടെ ഒരു വെട്ട് കൊടുക്കുക, ഈ ഉടുപ്പിൻ്റെ പകുതിയിലും ഒരു വെട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് പകുതി അടിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് വലിഞ്ഞു പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മുഴുവനും അടിച്ച് പൊളിച്ചിട്ട് തയ്ച്ചിട്ട് പിന്നെ ഒന്നേന്ന് വലിച്ച് പൊളിക്കേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് പകുതിയെങ്കിലും പൊളിക്കുന്ന സമയം ലാഭിക്കുമല്ലോ.
അപ്പോൾ നിങ്ങൾ കറക്റ്റ് അതല്ലെങ്കിൽ തന്നെ ആ മിഡിൽ അറിയാൻ വേണ്ടിയിട്ട് അത് വേണം. കാരണം മിഡിൽ അറിഞ്ഞില്ലെങ്കിൽ ഒരു സൈഡ് ചരിഞ്ഞൊക്കെ ആയിരിക്കും. അപ്പോൾ അതാ ഈ കോളർ വെച്ചടിച്ച ഭാഗം, അതായത് ഈ ഭാഗം ഇവിടെയാണ് നമുക്ക് മുകളിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ വെച്ചടിക്കുക. മീതത്തെ പീസിൽ ഇതാണ് നല്ല വശം. ഈ കോളർ വെച്ചടിച്ച ഭാഗം, കോളർ വെച്ച് തേച്ച ഭാഗം നമുക്കിവിടെ വെച്ച് അടിക്കുക. ഈ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതങ്ങ് അടിച്ചു പോകും. ഇത് നമ്മൾ ഇവിടെ അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊന്നും ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്ക് അറിയത്തില്ല. അല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ നല്ല എക്സ്പേർട്ട് സ്റ്റിച്ചിങ് ആണ്. അപ്പം നമുക്ക് ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിട്ടാൽ നിൽക്കുന്നത്. എന്നാൽ എന്താണ് ഗുണം? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ? അതുമില്ല. ലൈക്ക് ചെയ്യുമോ? അതുമില്ല. ചുമ്മാ കണ്ടുകൊണ്ട് പോകും. നമ്മളിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ നമ്മൾ അടിച്ചെടുത്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ തയ്ച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഈ പീസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കോളറ് ഇതിൻ്റെ കറക്റ്റിന് കിട്ടും. ഇതിൻ്റെ കറക്റ്റിന് കിട്ടും. അപ്പം നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇനി തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിനി ഇത് അകത്തൂടെ തയ്ച്ചാലും മതി, മീതക്കൂടെ തയ്ച്ചാലും മതി. അകത്തൂടെ തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ തയ്യൽ എല്ലായിടത്തും വീഴില്ല. അപ്പം നമ്മളിത് കറക്റ്റ് ആയതുകൊണ്ട് ആ കറക്റ്റ് ലൈനിങ് തയ്യൽ തുമ്പ് മടക്കി വെച്ച് അടിച്ചിട്ട് മടക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ ഇവിടെ ഈ മുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ 1/4 ഇഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് തേച്ചെടുത്തോണം. 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി ഈ തയ്യൽ തുമ്പ് അകത്ത് കയറ്റിയിട്ട് വേണം അകത്തൂടെ അടിക്കാൻ കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ അടിച്ചില്ലെങ്കിലും വേണ്ടില്ല, നല്ല കറക്റ്റ് കണ്ടോ. ഇതിൻ്റെ മുകളിലൂടെ നമ്മളിനി തയ്ക്കുകയൊന്നും വേണ്ട, നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് തേച്ച് വിട്ട് കൊടുത്താൽ അപ്പോൾ നമുക്കൊന്ന് തേച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ഈ കോളറ് തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ഒരു 3 ബട്ടണാണ്. 3 ബട്ടൺ 1 2 3 3 4 ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വയ്ക്കാം. 3 ബട്ടണോ 4 ബട്ടണോ വയ്ക്കാം. കണ്ടല്ലോ, സ്ലീവ്ലെസ് കുർത്തി ഓക്കെയാണ്. അപ്പം നമുക്കിതൊന്ന് ഞാനിന്നൊന്ന് ഇട്ട് കൊണ്ടുവരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ തയ്ച്ച കുർത്തിയാണിത്. ലൈനിങ് ഒന്നുമില്ല, പക്ഷെ നല്ല കറക്റ്റായിട്ട് കണ്ടോ. ഞാൻ സ്ലീവ്ലെസ് ഇടാറില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കാണിച്ചതാണ്. കണ്ടോ, ഞാനിത് വൈറ്റ് പാൻറ്റാണ് ഇതിലിട്ടിട്ടുള്ളത്. കണ്ടോ എങ്ങനെയുണ്ട്? ഈ സ്ലിറ്റൊക്കെ കണ്ടോ, നല്ല സ്ട്രൈറ്റായിട്ട് കിടക്കുന്നുണ്ടോ. സ്ലിറ്റിലൊന്നും ഒരു ചുളുക്കില്ല. കണ്ടോ, ഭംഗിയല്ലേ, നല്ല ഭംഗിയല്ലേ. ഇതിൽ ബട്ടൺ ഞാൻ വെച്ചിട്ടുള്ളത് 3 സാധാ ബട്ടണാണ്. ഇവിടെ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ബട്ടണൊക്കെ ഷോപ്പിലേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ 3 ബട്ടൺ വെച്ചതാണ്. ഈ ബട്ടൺ വയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ട ഈ എൻഡിൽ വരുന്ന ഭാഗത്ത് ഒരു ബട്ടൺ വയ്ക്കണം. അതുപോലെ തന്നെ കണ്ട നമ്മളെ ഷോൾഡറൊക്കെ നല്ല കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് സ്ലീവ്ലെസ് തയ്ക്കുമ്പോൾ ഒരുപാട് കുഴിക്കരുത്. കഴുത്ത് ഈ റൗണ്ട് കുഴിക്കാതെ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കണം കറക്റ്റ് നമ്മളെ ഷോൾഡറിന്. എന്നാൽ നമുക്ക് നമുക്ക് കൈയൊക്കെ വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയല്ലേ. കണ്ടോ എത്ര പെട്ടെന്ന് ഒരു കുർത്തി അടിച്ചെടുത്തത്. 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ തുണിയിലാണ് ഈ കുർത്തി അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.